നടത്തി. നന്ദി പറഞ്ഞാട്ടെ. ഇന്നയോ എന്നെ പുലർത്തി എൻ്റെ എത്ര നല്ലവൻ. അവനെന്നും വിശ്വാസത്തോടെ വരികൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. എൻ്റെ എത്ര നല്ലവൻ. ആ നല്ല പിതാവിന് ഒരു നാൾ കൈവിടില്ല. വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഒരു നാൾ ഉപേക്ഷിക്കില്ല. ഒരു നാൾ മറക്കുകയില്ല. Hallelujah. ഒരു നാൾ മറക്കുകയില്ല. എത്ര വിശ്വസ്തൻ. ഇന്നയോ എന്നെ നടത്തി. ഇന്നയോ എന്നെ പുലർത്തി. എൻ്റെ എത്ര ദൈവം എത്ര നല്ലവനാണ്. Hallelujah. Thank you, Jesus. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗ്ഗപിതാവേ, കരങ്ങളിലേക്ക് വീണ്ടും തരുന്നു കർത്താവേ. ഇന്നയോളം ഞങ്ങളെ നടത്തി. അസാധ്യമായിട്ടൊന്നും കർത്താവിനില്ല. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചന കേൾവി ഞങ്ങളുടെ ഹൃദയത്തിൽ നൂറുമേനി വിളങ്ങിയാട്ടെ കർത്താവേ. വചനം പ്രസംഗിക്കുന്ന ദാസന്മാരെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന എഴുതിയ ആത്മാവിൽ കർത്താവെ ദൂത് തരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കിയാട്ടെ കർത്താവെ. അടിയങ്ങളെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. മഹത്വവും ബഹുമാനവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. I want everyone to listen carefully what he is going to speak today. A man of God who was used by God in different continent, also in India, and everywhere in US also. I just want to welcome Pastor Koshi. Karangale adicha Devadasine ഒന്ന് welcome ചെയ്താട്ടെ. Praise God. Hallelujah. Indeed, it is my great joy and privilege to be here again with you all, and I greet you all in the sweet name of our Lord and Savior Jesus Christ. ഇന്ന് രാവിലെ സമയം വർഷങ്ങൾക്ക് ശേഷം നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ സഭയോടുള്ള ബന്ധത്തിൽ ആദ്യമായി കടന്നു വന്ന് പ്രസംഗിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. 87 തോമസ് കുട്ടിച്ചാൻ്റെ വീട്ടിലാണ് അന്ന് രാത്രി മീറ്റിംഗ് നടന്നത്. അതിനുശേഷം പൊതു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ തോമസ് കുട്ടിച്ചാൻ ഇവിടെ ഇല്ല. അതിൽ എനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്. കാരണം ഞാൻ വന്നിട്ടുള്ളപ്പോഴൊക്കെ തോമസ് കുട്ടിച്ചാൻ്റെ വീട്ടിലാണ് താമസിച്ചത്. എപ്പോഴും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്ന എല്ലാം അച്ഛനായിരുന്നു. ഇന്ന് രാവിലെ സമയം വിളിച്ചിട്ട് പറഞ്ഞു ശാരീരികമായി അസ്വസ്ഥനായിരിക്കുന്നുണ്ട്, വരാൻ പറ്റുന്നില്ല എന്ന്. എന്നാൽ മറ്റെല്ലാ ദൈവമക്കളോടൊരുമിച്ച് ഞാൻ എന്നെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കളോടും ചേർന്ന് ഒരിക്കൽ കൂടെ ഇങ്ങനൊരു കൂട്ടായ്മ ലഭിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ മരിച്ചുപോയി എന്ന്
സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ പരന്നു. എന്നാൽ അപ്പോഴൊക്കെ ഈ ചർച്ചിൽ എല്ലാ സാറ്റർഡേയിലും തോമസ് കുട്ടിച്ചാൻ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ചർച്ചിൽ സൺഡേയിൽ പറഞ്ഞ് എല്ലാ സൺഡേയിലും ചർച്ചിൽ എൻ്റെ വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നു, ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലോകം മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് പകല് വീണ്ടും ഞാനിവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ നിങ്ങളെല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് പകൽ എത്ര ശക്തമായിട്ടുള്ള എത്ര മനോഹരമായൊരു മെസ്സേജാണ് പ്രിയ സ്റ്റാൻലി നമ്മുടെ മധ്യേ പ്രസംഗിച്ചത്. I was so rejoicing in the presence of the Lord. It was so powerful. It was so great. That was the right message for this day. ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ഓരോരുത്തരും വായിച്ചിട്ട് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് കഷ്ടത ഒരു മർമ്മം അല്ലെങ്കിൽ അർദ്ധരാത്രിയിലെ സംഗീതം എന്ന പുസ്തകമാണ്. 8,000 കോപ്പി ആഴ്ചകൾക്കുള്ളിൽ തീർന്നുപോയി. ഇനി ഇപ്പോഴും അനേകർക്ക് ആ പുസ്തകം വേണം. അനേകര പുസ്തകം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന, വളരെ ശക്തമായി നമ്മോട് സംസാരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 73-ാം സങ്കീർത്തനം. ഇന്ന് 73-ാം സങ്കീർത്തനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം പാസ്റ്റർ എനിക്ക് എന്ന സമയം വെച്ച് നോക്കിയാൽ എനിക്ക് അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിക്കാൻ പോവുകയാണ്. എനിക്ക് വളരെ വളരെ പ്രിയങ്കരമായ ഒരു പുസ്തകമാണ് ഫിലിപ്പി ലേഖനം. ഞാനിവിടെ ഒത്തിരി പ്രാവശ്യം ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്കതറിയാം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്തിട്ടുള്ള, പ്രസംഗിച്ചിട്ടുള്ള, ഒരു വർഷം തന്നെ 3-4 പ്രാവശ്യം അത് കടന്നു വന്ന് പ്രസംഗിച്ചിട്ടുള്ള സഭയാണിത്. അതുകൊണ്ട് ഒത്തിരി 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 പ്രസംഗങ്ങൾ ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. പ്രത്യേകിച്ച് ഫിലിപ്പി ലേഖനത്തിൽ നിന്നും എഫേസ്യ ലേഖനത്തിൽ നിന്നും അതെ കാരാഗൃഹ ലേഖനങ്ങളിൽ നിന്ന് ഒരുപാട് പ്രസംഗങ്ങൾ ഞാനിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഫിലിപ്പി ലേഖനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. I can do all things through Christ Jesus who strengthens me. That is not self-confidence. That is Christ confidence. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ചുറ്റുപാടുകൾ എന്തുമായിക്കൊള്ളട്ടെ, അതിൻ്റെ ഒക്കെ നടുവിൽ as your days so shall be your strength. നമ്മുടെ ദിവസങ്ങൾക്ക് അനുസരിച്ചുള്ള ശക്തി നൽകുന്ന ദൈവം, നമ്മുടെ പ്രതിസന്ധികൾക്കനുസരിച്ചുള്ള കൃപ നൽകുന്ന ദൈവം, നമ്മുടെ യുദ്ധത്തിനനുസരിച്ച് നമ്മെ സജ്ജരാക്കുന്ന ദൈവം. I can do all things through Christ Jesus who strengthens me. The book of Philippians is known as the philosophy of Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ തത്വശാസ്ത്രം, ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥം വ്യക്തമാക്കുന്ന പുസ്തകമാണ് ഫിലിപ്പി ലേഖനം. It has 4 chapters. The first chapter speaks about the purpose for Christian life. ക്രിസ്തീയ ജീവിതത്തിന്റെ പരമലക്ഷ്യം, ഉദ്ദേശം എന്താണെന്ന് 1-ാം അധ്യായം പറയുന്നു. അവിടെ പൗലോസിന്റെ ഭാഷയിൽ പറയട്ടെ, to me to live is Christ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തു. എൻ്റെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള അതേ നോട്ടം ക്രിസ്തു. When he says to meet to Christ, live is Christ, it has different meanings, various meanings. ആദ്യം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ജീവിതം എൻ്റെ കർത്താവ് എനിക്ക് തന്ന ജീവിതമാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി കാൽവറിയിൽ വെച്ചു കൊടുത്ത ജീവൻ. അർത്ഥപ്രാണരായി നാശത്തിൻ്റെ വഴിത്തലയ്ക്കൽ കിടക്കുമ്പോൾ, അകൃത്യത്തിലും പാപത്തിലും മരിച്ച് കുറ്റുവിരായി കിടക്കുമ്പോൾ നമ്മെ തേടി വന്ന ഇടയൻ
നമുക്ക് തന്ന ജീവനാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എൻ്റെ ജീവനായ ക്രിസ്തു, നമ്മുടെ ജീവനായ ക്രിസ്തു, ക്രൈസ്റ്റ് അവർ ലൈഫ്. ക്രിസ്തു തന്ന ജീവനാണിത്. മറ്റൊരർത്ഥം ഇതിനുണ്ട്. ഇറ്റ് ഈസ് ദ ലൈഫ് ദാറ്റ് റാഡിക്കലി ചേഞ്ച്ഡ് ബൈ ദ പവർ ഓഫ് ക്രൈസ്റ്റ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സകലതും പുതുതായിരിക്കുന്നു. ഉപദ്രവിയെ ഉപദേശിയാക്കുന്ന, ഹല്ലേലൂയ, നിഷ്ഠൂരനെ അപ്പോസ്തലനാക്കുന്ന, ആമേൻ ആമേൻ, കുലപാതകനെ പരിശുദ്ധനാക്കും, വിശുദ്ധനാക്കുന്ന ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ശക്തിയുടെ എക്സിബിറ്റ് നമ്പർ 1. അതാണ് പൗലോസ് അർത്ഥമാക്കിയത്. മൂന്നാമത്, അത് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, ക്രിസ്തുവിന് വേണ്ടി. ഇത് ക്രിസ്തുവിന് വേണ്ടിയുള്ള ജീവിത, അവന് വേണ്ടി മാത്രമുള്ള ജീവിതത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. സംഹാവ്, ജീവനാലാകട്ടെ മരണത്താലാകട്ടെ അവൻ എന്നിൽ മഹത്വപ്പെടണം, അതുമാത്രമാണ് ലക്ഷ്യം. ഹല്ലേലൂയ. മൂന്നാമത്, നാലാമത് മറ്റൊരർത്ഥമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് മൈ എൻഡെവർ ബട്ട് ക്രൈസ്റ്റ് ലിവത്ത് ഇൻ മീ. ഇതെന്റെ തൻ്റെ ഇടമല്ല, ഇതെന്റെ പരിശ്രമമല്ല, ഇതെന്റെ കഴിവല്ല. ക്രിസ്തു എൻ്റെ അകത്ത് ജീവിക്കാൻ ഞാൻ അനുവദിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഹല്ലേലൂയ, ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, നെവർതലെസ് ഐ ലിവ്, യെറ്റ് നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ് ലിവത്ത് ഇൻ മീ. ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു എൻ്റെ അകത്ത് ജീവിക്കാൻ ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തിരിക്കുക. ഹല്ലേലൂയ. The second chapter speaks about the pattern for Christian life. ക്രിസ്തീയ ജീവിതത്തിന് ഒരു മാതൃകയുണ്ട്. ആ മാതൃകയാണ് എന്താണ്? ആ മാതൃക ആരാണ്? പാസ്റ്റർമാരല്ല. പക്ഷെ പാസ്റ്റർമാർക്ക് തൻ്റെ ഇടം വേണം, നട്ടല് വേണം. പൗലോസിനോട് ചേർന്ന് പറയാൻ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. ഹല്ലേലൂയ. നാം വിശ്വാസികൾക്ക് വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും മുഴുവൻ മാതൃകയായിരിക്കാൻ ആണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ മാതൃക അവൻ. ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു. മലയാളത്തിൽ പറയുന്നത് അവൻ്റെ ഭാവം നമ്മൾ ഭാവം കുറേ ഉള്ളവരാ. സ്തോത്രം. ഭക്തിയുടെ ഭാവം നമുക്കുണ്ട്, ഭക്തിയുടെ വേഷം നമുക്കുണ്ട്, ക്രിസ്ത്യാനിത്വത്തിൻ്റെ എല്ലാ പുറംപൂച്ചുകളും നമുക്കുണ്ട്. പക്ഷെ പൗലോസ് പറയാണ്, ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു. അവൻ്റെ മനസ്സെന്താണ്? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായ ക്രിസ്തുയേശുവിൻ്റെ ഭാവം. Hallelujah. The third chapter speaks about the price for Christian life. ക്രിസ്തീയ ജീവിതം ഈ ഓട്ടം തീരുമ്പോൾ ഒരു പ്രൈസ് ഉണ്ട്. ഹല്ലേലൂയ. ആ 73-ാം സങ്കീർത്തനം എത്ര മനോഹരമെന്നറിയോ? ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോഴെന്നാ കിട്ടുന്നെന്ന് ഉള്ളതല്ല. സ്തോത്രം. ഇപ്പം കംഫർട്ടുണ്ട്, കാർഡിലാക്കുണ്ട്, ക്യാഷ് ഉണ്ട്. അതാ പ്രസംഗം മുഴുവൻ. കംഫർട്ട്, കാർഡിലാക്ക്, ക്യാഷ്. പക്ഷേ ഹല്ലേലൂയ, എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ്റെ കാല് അല്പം ഒന്ന് ഇടറിപ്പോയി. നല്ല ഉറപ്പുണ്ടായിരുന്നു, ഭയങ്കര ഉറപ്പായിരുന്നു. എന്നാൽ അല്പമിടറാൻ കാരണം ദുഷ്ടന്റെ ക്രൗണും നീതിമാന്റെ കുരിശും കണ്ടപ്പോൾ നമ്മുടെ കാലിടറുന്ന അവിടെയാണ്. when we see the cross of the righteous and the crown of the wicked, we may also little bit stumble, but thank God we have a conclusion. God is good. God is good. എല്ലായിടത്തും എപ്പോഴും കർത്താവ് തന്നെയാണ് നല്ലവൻ. സ്തോത്രം. ഹല്ലേലൂയ. പിന്നത്തേതിൽ ഇപ്പോഴെന്തും നടക്കും, സാരമില്ല.
പക്ഷെ അതേ സങ്കീർത്തനക്കാരൻ പറയാണ്, എനിക്കൊരു കാര്യം അറിയാം, നീ അവനെ വഴിവഴിപ്പിൽ നിർത്തിയിരിക്കുന്നു, എന്നാൽ നിന്റെ വലം കരത്താൽ നീ എന്നെ പിടിച്ചിരിക്കുന്നു, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ നീ എന്നെ മഹത്വത്തിൽ കൈക്കൊള്ളും. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവ കൃപാലുവായ ദൈവം. സ്തോത്രം, സ്തോത്രം. എന്താ നമ്മുടെ പ്രൈസ്? നമ്മുടെ പ്രൈസ് ഇവിടുത്തെ ക്യാഷ് അല്ല, ഇവിടുത്തെ കാർഡിലേക്കല്ല, ഇവിടുത്തെ കംഫർട്ടല്ല. ഇതൊക്കെ തീരും, കല്ലറ വരെ ഉള്ളൂ. അടുത്ത സമയത്ത് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എന്നെ ആളായാലും എത്ര വലിയ ആളായാലും, അതിന് സൂപ്രണ്ടായാലും, അതിന് പ്രസിഡൻ്റ് ആയാലും, അതിന് ഓവർസിയർ ആയാലും, പെട്ടിക്കകത്ത് വെക്കുന്നത് വരെ ഉള്ളു ഇതെല്ലാം. ഹല്ലേലൂയ. അതിനപ്പുറത്ത് അതാണ് പ്രശ്നം, അതാണ് നോട്ടം. ഹല്ലേലൂയ. ആമേൻ. സ്റ്റാമ്പ് ഇറ്റേണിറ്റി ഓൺ യുവർ eyeball and live for eternity. പൗലോസ് എന്താ പറഞ്ഞത്? ആമേൻ. that I may win Christ, that I may win Christ. നമ്മളിവിടെ എന്നെ നേടിയാലും ഇട്ടേച്ച് പോണം. എന്നാൽ നിത്യതയോളം പിന്തുടരുവാൻ ഒന്നുണ്ട്, അത് ഒരിക്കലും മാറാത്തവനാ. ക്രിസ്തുവിനെ നേടേണ്ടതിന് നമ്മുടെ പ്രതിഫലം, അതേ സഹോദരിമാരൊക്കെ പാടുമ്പം ശരിക്കങ്ങ് സന്തോഷിച്ച് ആനന്ദിച്ച് പാടാറുണ്ട്. വാങ്ങാം പ്രതിഫലം, ചൂടാം കിരീടങ്ങൾ. അത് കാണുമ്പോൾ ആ നൃത്തം കാണുമ്പം ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്, ഈ അമ്മമ്മമാർക്കൊക്കെ കുറഞ്ഞത് ഈ ഹിന്ദു പുരാണത്തിൽ പറയുന്ന പോലെ രാവണൻ്റെ കണക്ക് 10 തലയെങ്കിലും വേണ്ടി വരും. കാരണം ഈ കിരീടം എല്ലാം കൂടെ എവിടെ വെക്കും? മഹത്വത്തിൻ്റെ കിരീടം, തേജസ്സിൻ്റെ കിരീടം, വാടാത്ത കിരീടം, പ്രശംസാ കിരീടം, നീതിയുടെ കിരീടം, പൊന്നും കിരീടം, ഈ കിരീടം എല്ലാം കൂടെ എവിടെ കൊണ്ടുവെക്കും? അമ്മാമ്മ ഒരെണ്ണം കിട്ടുമോ? എന്തോ തന്നെ കിട്ടുന്നേ? സൂത്രത്തിൽ സ്വോത്രം പറഞ്ഞേനോ, അതോ സൂത്രത്തിൽ സ്വോത്രം അയച്ചിട്ടേനോ? എന്തോ തന്നെ കിട്ടുന്നേ? ഹല്ലേലൂയ. പക്ഷെ ഇനി കിട്ടിയാലും ഞാനൊരു സത്യം പറയാം. ഹല്ലേലൂയ. നീതിയുള്ള ന്യായാധിപതി ആ കിരീടം നമ്മുടെ അതേ കരത്തിലേക്ക് തന്നാൽ നമ്മൾ തലയെ വെക്കില്ല. ആണിപ്പാടുള്ള കരം കൊണ്ട് അവൻ കിരീടം നീട്ടിത്തരുമ്പോൾ നാം എന്ത് ചെയ്യുന്നറിയോ? ആ കിരീടം വാങ്ങിച്ചിട്ട് അവൻ്റെ പാദപീഠത്തിലേക്ക് ഇട്ടേച്ച് നമ്മൾ പറയും, യു ആർ വർത്തി ലോർഡ്, യു അലോൺ ഈസ് വർത്തി ലോർഡ്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നീ സ്തോത്രത്തിന് യോഗ്യൻ, നീ പുകഴ്ചയ്ക്ക് യോഗ്യൻ, നീ മാനത്തിന് യോഗ്യൻ, നീ മാത്രം യോഗ്യൻ. യു ആർ അലോൺ, യു അലോൺ ഈസ് വർത്തി ഓ ലോർഡ്. എന്നാൽ നമുക്ക് വേണ്ടി എന്താണെന്നറിയോ? നമുക്ക് നേടേണ്ട ആരെയാണെന്നറിയോ? പൗലോസ് പറയാണ്, ദാറ്റ് ഐ മേ വിൻ ഹിം. എനിക്ക് അവനെ നേടണം. അവനെ നേടണമെങ്കിൽ സൂത്രത്തിൽ സ്വോത്രം പറഞ്ഞാൽ പറ്റില്ല. എന്ത് വേണം? അവനെ നേടണമെങ്കിൽ അവനെ അറിയണം. എങ്ങനെ അറിയണം? അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെ അറിയണം. അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അതേ അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. അങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനം പ്രാപിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ അവനെ നീ നേടും, അവനെ നീ നേടും. ഹല്ലേലൂയ. ഒരിക്കൽ പഴയ നിയമത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്നു. അവൻ പേടിച്ച് നിൽക്കുക. 3 കാരണങ്ങളാലേ പേടിക്കുന്നേ. ഒന്ന്, 5 രാജാക്കന്മാരാണ് അവനെതിരെ ഉള്ളത്. 5 രാജാക്കന്മാരെ തോൽപ്പിച്ച 4 രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയിട്ടാണ് വന്നു നിൽക്കുന്നത്. പക്ഷെ അവർ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഇനിയും പ്രശ്നമാണ്. അതുകൊണ്ട് അവൻ ഭയപ്പെടുന്നു. 2ാമത്തെ കാരണം, അവന് പ്രായം ഒത്തിരിയായി. സ്തോത്രം. 3ാമത്തെ കാരണം, ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതി ഇതുവരെ വന്നിട്ടില്ല. 3 കാരണങ്ങൾ. ഹീസ് ഇൻ എ ഫോറിൻ ലാൻഡ്. നമ്പർ 2, എനിമീസ് ആർ സോ മെനി. നമ്പർ 3, ഹീസ് ബിക്കമിങ് ടു ഓൾഡ്. നമ്മുടെയും പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. തലമുറയെ ഓർത്ത്
നമുക്ക് ഭയം. പ്രായം കൂടുന്തോറും ബർത്ത്ഡേ ആഘോഷിക്കുമ്പം കേക്ക് കട്ട് ചെയ്യുമ്പം ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നവൻ്റെ ചങ്ക കട്ട് ചെയ്യുന്നേ. സ്തോത്രം. അല്ലേ, നമുക്ക് കേക്ക് തിന്നാമെങ്കിലും മറ്റവൻ്റെ ചങ്ക കട്ട് ചെയ്യുന്നേ. കാരണം ദിവസം പോവുകയാണ്, കല്ലറയോട് അടുക്കുകയാണ് എന്നുള്ള ഓർമ്മ നമ്മൾ കൊടുക്കുക. ഹല്ലേലൂയ. പ്രായം കൂടുന്നത് കൊണ്ട് ഭയം, അന്യദേശത്താണ് എന്നതിൻ്റെ ഭയം, ശത്രു ഒത്തിരി ഉണ്ട് എന്നതിൻ്റെ ഭയം, അതിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് ദൈവം അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, അബ്രഹാമേ ഫിയർ നോട്ട്, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ തന്നെയാണ് നിന്റെ ഡിഫൻസ്. ഐ ആം യുവർ ഡിഫൻസ്, ഐ ആം ദ ഷീൽഡ് ആൻഡ് ഐ ആം യുവർ റിവാർഡ്. മറ്റൊന്നുമല്ല നമ്മുടെ റിവാർഡ്. ഈ അബ്രഹാമിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, നീ എഴുന്നേറ്റ് തലപൊക്കി കിഴക്കോട്ട് നോക്ക്, പടിഞ്ഞാറോട്ട് നോക്ക്, തെക്കോട്ട് നോക്ക്, വടക്കോട്ട് നോക്ക്, കാണുന്നൊക്കെ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുക, സ്തോത്രം ചെയ്ത് തിന്നു. പക്ഷെ നിന്റെ ദർശനം മാറല്, നിന്റെ ലക്ഷ്യം മാറരുത്. ഇതൊന്നുമല്ല നിന്റെ അവകാശം, ഞാനാ. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും we should never ever lose our Lord. ഹല്ലേലൂയ. വേറെ എന്തെല്ലാം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ജീവനാലാകട്ടെ മരണത്താലാകട്ടെ, ഹല്ലേലൂയ, അവൻ നമ്മിൽ മഹിമപ്പെടേണ്ടതിന് അവൻ തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. Hallelujah. The last chapter speaks about the power for Christian life. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി അതെവിടാ? തമ്പുരാനെ സ്തോത്രം. 30 മിനിറ്റിൽ എത്ര മിനിറ്റ് ഇപ്പൊ കഴിഞ്ഞു നിങ്ങൾക്കറിയോ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ശക്തി എവിടെയാ ശക്തി? അവിടെയാണ് പൗലോസ് പറഞ്ഞത്, ഐ കൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഈ അടുത്ത സമയത്ത് ഞാൻ പാറശാലയിൽ സ്തോത്രം എൻ പീറ്റർ, അദ്ദേഹം ഇപ്പം ഹ്യൂസ്റ്റണിലുണ്ട്, അദ്ദേഹത്തിൻ്റെ ചർച്ച് പ്രസംഗിക്കാനായിട്ട് പോയി. രാവിലെ 8 മണിക്ക് 6 മണിക്ക് അവിടെ സർവീസ് തുടങ്ങും. 8 മണി വരെ ഒരു സർവീസ്, അത് കഴിഞ്ഞ് 8 തൊട്ട് 10 വരെ വേറെ സർവീസ്, 10 തൊട്ട് 12 വരെ വേറെ സർവീസ്. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ 10 മിനിറ്റ് എനിക്ക് ഗ്യാപ്പ് കിട്ടി. ബാക്കി മുഴുവൻ സമയം പ്രസംഗ. സ്തോത്രം. 1.5 മണിക്കൂർ വെച്ച് 3 മെസ്സേജിലായിട്ട് ഹല്ലേലൂയ പ്രസംഗിക്കുക. സ്തോത്രം, സ്തോത്രം. ഇത് കണ്ടപ്പം എന്നെക്കുറിച്ച് അറിയാവുന്ന ദൈവമക്കളെല്ലാം കൂടെ അത്ഭുതപ്പെടുക. ഹൗ ക്യാൻ ഇറ്റ് ബി? How can it be possible? ഹല്ലേലൂയ. വല്ലോൻ്റെയും കടമെടുത്ത ആമേൻ ലങ്സ് വെച്ചോണ്ട് ഇങ്ങനെ 3.5 മണിക്കൂർ 3.25 മണിക്കൂർ എങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? അത് എനിക്കും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. പക്ഷെ സത്യം എനിക്കറിയാം. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ജീസസ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് സെൽഫ് കോൺഫിഡൻസ്, ഇറ്റ്സ് ക്രൈസ്റ്റ് കോൺഫിഡൻസ്. അവനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവനോട് ചേർന്ന് നാം സകലത്തിനും മതിയായവരാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അധ്യായമാണ് 4-ാമത്തെ വാട്ട് വി ഹാവ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൽ ദൈവ പൈതലിന് എന്തൊക്കെയാ ഉള്ളത്? വേഴ്സ് 1-4 says our steadfastness is in Christ Jesus. നമ്മുടെ നിലനിൽപ്പ് ക്രിസ്തുവിലാണ്. 5-6 വാക്യങ്ങൾ our supplication is in Christ Jesus. നമ്മുടെ അഭിയാചന ക്രിസ്തുവിലാണ്. ആമേൻ. 6-7 വാക്യങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. our security is in Christ Jesus. 8 മുതൽ 10 വരെ വാക്യങ്ങൾ അവർ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ സംതൃപ്തി ക്രിസ്തുവിലാണ്. 13-ാം വാക്യം അവർ സ്ട്രെങ്ത് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. 14 മുതൽ 19 വരെ വാക്യം അവർ സോഴ്സ്, അവർ സപ്ലൈ ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. 20-ാം വാക്യം ദ സിഗ്നിഫിക്കൻസ് ഓഫ് അവർ ലൈഫ് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. 21-22 വാക്യങ്ങൾ അവർ സല്യൂട്ടേഷൻ ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. 23-ാം വാക്യം അവർ
standing benediction is in Christ Jesus. In other words, Christ is not only the center of Christian life, he is the circumference of Christian life. ക്രിസ്തീയ ജീവിതം അത് ക്രിസ്തു കേന്ദ്രീകൃതം മാത്രമല്ല, അത് ക്രിസ്തു നിർഭരമാണ്. ക്രിസ്തുവിൽ പൊതിഞ്ഞതാ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. മനോഹരമായ ഒത്തിരി ചിന്തകൾ അവിടെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ 13-ാം വാക്യത്തിൽ ഞാൻ ഒന്ന് ചില കാര്യങ്ങളോട് പറഞ്ഞ് നിർത്താം. യഹോവയായ ദൈവം യോശുവയോട് കൽപ്പിച്ച അനുസരിച്ച് അളവ് നൂൽ ഇസ്രായേൽ ജനത്തിന് ഗോത്രം ഗോത്രമായി ഇടുകയാണ്. അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അവൻ എൻ്റെ ഓഹരി പരിപാലിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവമക്കളെല്ലാം സന്തോഷത്തോടെ അവരുടെ അവകാശഭൂമിയെ നോക്കി ആനന്ദത്തോടെ നിൽക്കുമ്പം അതിൻ്റെ നടുക്ക് ഒരുത്തൻ, ആശേർ എന്ന പേര്, അവൻ മുട്ടിൻ്റെ ഇടയിൽ തലയും വെച്ച് കുത്തിയിരുന്ന് കരയുക. എന്നാ കാര്യം എന്നറിയോ? അവൻ്റെ അളവ് നൂല് വീണത് കല്ലും മുള്ളും നിറഞ്ഞ ഒരു കുന്നിൻ പ്രദേശം, ഒരു മൊട്ടക്കുന്ന്, ചങ്ക് പൊടിഞ്ഞ് എന്നാലും പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുവന്നേച്ച് ഈ മൊട്ടക്കുന്ന് അത് നിറഞ്ഞത് ഇതോ എൻ്റെ അവകാശ ദേശം. മുട്ടിൻ്റെ ഇടയിൽ തലയും വെച്ച് അതെ ഏലിയാവിൻ്റെ കണക്ക് ഇനഫ് ഇനഫ് ഈസ് ഇനഫ് എന്ന് പറഞ്ഞ് പുള്ളി ദുഃഖിച്ചിരിക്കുക. അപ്പം സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിച്ച് അവൻ്റെ താടിക്ക് ഒരു തട്ട് കൊടുത്ത് അവനെ മേപ്പോട്ട് പൊക്കിയിട്ട് അവനോട് പറയാ, ആശേറേ ആശേറേ, നീ ആരാ നിനക്കറിയോ? നീ ആരാന്ന് നിനക്ക് മനസ്സിലായോ? നിന്റെ കാല് നീ എണ്ണയിൽ മുക്കാൻ പോവുക. യു വിൽ ഡിപ്പ് യുവർ ലെഗ്സ് ഇൻ ഓയിൽ. മണ്ണെണ്ണയിലല്ല, ക്രൂഡ് ഓയിലല്ല, ഏതെണ്ണയിലെന്ന് നിനക്കറിയോ? ഇടാ, ഈ കല്ലും മുള്ളും നിറഞ്ഞ മൊട്ടക്കുന്ന് എന്തുവെന്ന് നിനക്ക് മനസ്സിലായോ? ഇവിടെ ഒലിവ് വൃക്ഷങ്ങൾ ധാരാളമായി വളരുന്ന സ്ഥലം. ഇവിടെ ഒലിവ് വൃക്ഷം വളരാൻ പോവുക. ആ ഒലിവിൻ്റെ കായ് ഇടിച്ചെടുക്കുന്ന എണ്ണയുണ്ടല്ലോ, അത് സാധാരണ എണ്ണ അല്ലടാ, അത് ആശാര്യന്മാരെ അഭിഷേകം ചെയ്യാനുള്ള, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യാനുള്ള, ദൈവാലയത്തിലെ ഉപകരണങ്ങൾ ശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്യാനുള്ള ഒലിവെണ്ണയുടെ കേന്ദ്രമാടാത്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നീ ഒരു സത്യം മനസ്സിലാക്കിക്കോ. ഹല്ലേലൂയ. ഈ കല്ലും മുള്ളും നിറഞ്ഞ കുന്നിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് നീ ബാറ്റായുടെ ഷൂസ് വാങ്ങിച്ചാൽ ഒരു കിലോമീറ്റർ നടക്കുന്ന മുമ്പേ നിന്റെ ബാറ്റായുടെ ഷൂയുടെ അട്ടിപ്പോകും, കീറി പറഞ്ഞു പോകും. എന്നാൽ ദൈവം പറയുക, യുവർ ഷൂസ് വിൽ ബി വിത്ത് അയൺ ആൻഡ് ഓഫ് ബ്രാസ്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഷൂ ഉണ്ടല്ലോ, അത് ബാറ്റായുടെ അല്ല, അത് റീബോക്കല്ല. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഷൂവിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാമോ? ഇരുമ്പ് കൊണ്ടും താമ്രം കൊണ്ടുമുള്ള ആമേൻ ഷൂവ നിനക്ക് തരാൻ പോന്നേ. അതുകൊണ്ടാണ് അവനോട് തന്നെ പറഞ്ഞു, ആസ് യുവർ ഡേയ്സ് ഷോൾസ് ഷാൽ ബി യുവർ സ്ട്രെങ്ത്. നിന്റെ ദിവസങ്ങൾക്കനുസരിച്ച്, നിന്റെ കുന്നുകൾക്കും നിന്റെ മുള്ളികൾക്കും നിന്റെ പ്രതിസന്ധികൾക്കും അനുസരിച്ച്, ഹല്ലേലൂയ, നിന്നെ രൂപാന്തരപ്പെടുത്താൻ, നിന്നെ അവിടെ നിർത്താൻ, ആമേൻ, പേടമാൻ കാലിന് തുല്യമായ കാല് നിനക്ക് തന്ന് ഉന്നത ഗിരികളിന്മേൽ നിന്നെ ഉയർത്താൻ, നിന്നെ അതേ ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം നിന്നെ ശക്തനാക്കാൻ. സാധാരണ അഭിഷേകം ചെയ്യുമ്പം പുരോഹിതന്റെ തലയിലാ ഒഴിക്കുന്ന എണ്ണ. അത് താപ്പോട്ടൊഴി അവൻ്റെ താടിയിൽ കൂടെ താണോട്ട് വന്ന് ഇഞ്ഞ വസ്ത്രത്തിൻ്റെ മുകളിൽ കൂടെ ഒഴുകി വിളിമ്പിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് നനയാനൊന്നും കാണത്തില്ല. കാലിൻ്റെ പൊത്തെ നനഞ്ഞെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. എന്നാൽ ആശേറുണ്ടല്ലോ, അവൻ തുടങ്ങുന്നത് കാലയിലാണ്,
മേപ്പോട്ടായി കയറുന്നേ. ആമേൻ. നിന്റെ കഷ്ടങ്ങളുടെ നടുവിൽ മറ്റാർക്കുമില്ലാത്ത അഭിഷേകം നിനക്ക് തന്ന്, നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ മറ്റാർക്കും അനുഭവിക്കാൻ കഴിയാത്ത ദൈവശക്തി നിനക്ക് തന്ന് നിന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ടെങ്കിൽ നിനക്ക് പറയാൻ കഴിയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. അനുഭവത്തിൽ നിന്ന് പറയാ 56 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ അന്ന് ഇത്രയുള്ള ചെറുക്കൻ, അന്നൊരു കരിമാടിക്കുട്ടനായിരുന്നു ഞാൻ, ഒരു ഉണ്ടച്ചെറുക്കൻ, ഇച്ചിരിയേ ഉള്ളൂ. ഇപ്പോഴും 5 അടി 4 ഇഞ്ചേ ഉള്ളൂ. അന്നത്തെ കാര്യം പറയണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കഴുത്തിന് പിടിച്ച് എന്നെ തള്ളി താഴെയിട്ട് തല മുതൽ പാദം വരെ ചവിട്ടി എന്നെ കൊല്ലാൻ നോക്കിയിട്ട് ചാവാഞ്ഞിട്ട് ഡിക്ഷണറി ഇല്ലാത്ത സകല മോന്മാരുടെയും പേര് വിളിച്ച് എൻ്റെ അപ്പൻ നീ എൻ്റെ മോനല്ലടാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി ഒന്നുമില്ലാത്തവനായിട്ട് കയ്യും വീശി ഞാൻ ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ ധൈര്യത്തോടെ ഞാൻ ഇറങ്ങാൻ കാരണം ആ അപ്പൻ ചവിട്ടി മെതിക്കുമ്പോൾ എൻ്റെ മേൽ പകർന്ന ദൈവകൃപയാണ്, എൻ്റെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആദ്യം ഒരു കൺവെൻഷന് പ്രസംഗിക്കുന്നത് 56 വർഷങ്ങൾക്ക് മുമ്പാണ്. ഹല്ലേലൂയ. ആദ്യത്തെ എൻ്റെ കൺവെൻഷൻ പ്രസംഗം 56 years ago. ഹല്ലേലൂയ. 14-ാമത്തെ വയസ്സിൽ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, അന്ന് മുതൽ ഇന്ന് വരെ പ്രസംഗിക്കാൻ എന്നെ ബലപ്പെടുത്തി. ഇതിൻ്റെ ഇടയിൽ 2 വർഷം അതെ ശ്വാസം എടുക്കാൻ കഴിയാതെ കടന്നുപോയ കാലഘട്ടം, ലങ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത കാലഘട്ടം. അവിടുന്ന് ഇറങ്ങി വരുമ്പം ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിലെ 8 ഡോക്ടർമാർ എന്നെ പറഞ്ഞു വിടാനായിട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ അവരെന്നോട് ആദ്യം പറഞ്ഞു എന്താണെന്നറിയാമോ? ഫർഗെറ്റ് അബൌട്ട് യുവർ പ്രീച്ചിങ്. പ്രസംഗം മറന്നേക്കാൻ. യു ആർ നോട്ട് സപ്പോസ് ടു പ്രീച്ച് എനി മോർ. ഞാൻ ചിരിച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഹല്ലേലൂയ, ബിഫോർ ഐ ലീവ് ദിസ് റൂം ഐ ആം ഗോയിങ് ടു പ്രീച്ച് ടു യു. ഐ നീഡ് 20 minutes at least to preach. And Timothy, the youngest doctor, like Stanley, I love that fellow. And he said, Vaidya, you are sanctioned. You can take 20 or 25 minutes. I started to preach. Hallelujah. Amen. I started to explain the Lord's wondrous works. Hallelujah. From that day onwards, again I am preaching. Within weeks I went to Kerala for 1 month and preached. Came back. Hallelujah. This time I went to Kerala and preached 1 month and 4 days. And when I came the next day, I flew to Atlanta for a funeral. And last week I preached in C.V. Andrews Pastor's Church. And this week I am here. Hallelujah. It's miracle. It's more than a miracle. Do you know why? My God is more than sufficient. He is more than sufficient. He is the strong supporter, the strong nourisher, the strong satisfier, the Almighty God. And if the Almighty God strengthens you, you are strong. Let the weak say, I'm strong. Let the poor say, I'm rich. Not because of me, but because of what the Lord has done. The Lord has done marvelous things in my life, and He can do it in your life. Sorry, Pastor. നമ്മെ ധൈര്യപ്പെടുന്ന ദൈവത്തിൻ്റെ സന്ദേശത്തിനായി എല്ലാവരും കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനെ തുടർന്നും ശുശ്രൂഷയിൽ ബലപ്പെടുത്തുവാനായി നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് ഓർക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് അല്പസമയം ദൈവത്തെ ഒന്ന് പാടിയാൽ സന്തോഷത്തോടെ രാവിലെ കേട്ടതുപോലെ അസാധ്യമായി നമുക്കൊന്നുമില്ല. നമ്മെ അറിയുന്ന ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമ്മെ ഇന്ന് രാവിലെ കേട്ടതുപോലെ നമ്മെ നമ്മുടെ കഷ്ടതകളെല്ലാം മാറ്റി നമ്മെ മഹത്വത്തിലേക്ക് നടത്തുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. അവസാനമായി നാം കേട്ടല്ലോ, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ
വിശ്വാസത്തോട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. ഓ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ഓ ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ. ഒരു കൈത്തിരി പോ കത്തിയെറിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോ കത്തിയെറിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഓ ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. കൃപയിൽ ഞാൻ ആശ്രയിച്ച്. ആമേൻ. നാം പ്രാർത്ഥിക്കുമ്പോൾ ദാസൻ പശുക്കുരിശമേൽ പ്രാർത്ഥിക്കുമെന്നാൽ ദേവദാസനും അവൻ്റെ ദാസിയുമായി ഈ ആഴ്ചയിൽ ആമേൻ നാട്ടിലേക്ക് കടന്നുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ യാത്രയിലും ദൈവത്തിൻ്റെ കരം കൂടിയിരിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദേവദാസൻ മുൻപോട്ട് കടന്നു വരാം. കുരിശമേൽ പാശം മുൻപോട്ട് വന്നിട്ട് ആമേൻ അവർ യാത്രയിൽ ദൈവത്തിൻ്റെ കരം ഉണ്ടായിരിക്കാനായിട്ടും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിച്ചാണ്ട് നമ്മുടെ സകല വിഷയത്തിന്മേലും അറിയുന്നവൻ ആ ദൈവം, സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, ഇന്ന് പ്രഭാതം മുതൽ ഇത്രത്തോളം അവിടുത്തെ വലിയ സാന്നിധ്യത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. കർത്താവേ, വിവിധയിടങ്ങളിൽ നിന്ന് ക്ഷേമത്തോടെ ഞങ്ങളെ കൂട്ടി വരുത്തി അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ച കാലം അവിടെ ഞങ്ങൾക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ഞങ്ങളുടെ എല്ലാ വഴികളിലും അവിടെ ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. അവിടുത്തെ എല്ലാ കരുണയ്ക്കും കൃപയ്ക്കുമായിട്ട് സ്തോത്രം. ബലഹീനരായവരെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ചു. കർത്താവ് ആവശ്യമായ കൃപ നൽകി. ഔദ്യോഗിക മണ്ഡലങ്ങളിൽ കുഞ്ഞുങ്ങളെ ഒക്കെ അവിടുന്ന് പരിപാലിച്ചല്ലോ. ദൈവം നൽകിയ ദാനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവം നൽകിയ വിടുതലുകൾക്കായി സ്തോത്രം കർത്താവേ. അവിടുന്ന് നൽകിയ സൗഖ്യത്തിനായി സ്തോത്രം കർത്താവേ. അവിടെ നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവെ, അങ്ങയുടെ ദാസന്മാർക്ക് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ശക്തനാക്കുന്നവന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം പിന്നെയും ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. വരുന്നൊരാഴ്ച കാലം ജീവിപ്പാൻ ആവശ്യമായ ശക്തി, ബലം അടികളുടെ മേൽ പകരുമാറാകണമേ. ഏതെല്ലാം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഞങ്ങൾ അറിയുന്നില്ല, ഏതെല്ലാം വഴികളിൽ കൂടെ ഞങ്ങൾ കടന്നു പോകുന്ന അറിയുന്നില്ല. എന്നാൽ ഒന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ശക്തീകരിച്ച ബലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം. ദൈവം സൂക്ഷിപ്പാൻ അങ്ങയുടെ ദാസനെ അല്ലെങ്കിൽ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. ദൈവത്തിന്റെ കൃപ പകർന്നുവല്ലോ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ദാനങ്ങൾ അല്ലെങ്കിൽ ഗാനങ്ങൾ നൽകി തന്നല്ലോ കർത്താവേ. അങ്ങേ പാടി സ്തുതിപ്പാൻ, അങ്ങേ ആരാധിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ ദാസന്മാരെല്ലാവരെയും കർത്താവിനെയും ബലപ്പെടുത്തണമേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി കർത്താവ് ഉപയോഗിക്കണമേ. കോശവേദന ബലത്തോടെ നിർത്തിയനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ യാത്ര ചെയ്യുവാൻ, ശുശ്രൂഷിപ്പാൻ ഒക്കെ ദൈവം കൊടുത്ത കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, ഈ സഭയെയും ഇവിടെയുള്ള എല്ലാ ദൈവജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഇന്ന് കടന്നു വരുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ബലഹീനരായിരിക്കുന്നവരെ ഓർക്കുന്നു കർത്താവേ. ദൈവം സഹായിക്കണമേ, ബലപ്പെടുത്തണമേ കർത്താവേ. അടുത്ത ദിവസങ്ങളിൽ സർജറിക്ക് വേണ്ടി പോസ്റ്റിലിരിക്കുന്ന പ്രിയ സഹോദരിയെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്യന്തമായ ശക്തിയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും എന്റെ ദാസിയോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സർജൻസിനെ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഒരു അത്ഭുത വിടുതല് എന്റെ ദാസിയുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബലഹീനതയിൽ ചെയ്യുന്ന അത്യന്തമായ ശക്തി എന്റെ ദാസിയുടെ ശരീരത്തിൽ ഈ നിമിഷം തന്നെ വ്യാപരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം കർത്താവേ. സമാധാനത്തോടെ ഞങ്ങളെ അയക്കുന്നതിനായി സ്തോത്രം കർത്താവയുടെ ദൈവദാസന്മാരെ അവരുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പുണ്യ രക്തത്താൽ മുദ്രയിട്ടവരെ സൂക്ഷിക്കുമാറാകണമേ. അവരുടെ യാത്രകളിലും പ്രവർത്തനങ്ങളിലും അവരായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യവും ദൈവകൃപയും പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലത്തോളം ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സമാധാനത്തോടമായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ദൈവദാസന്മാരോടുകൂടെ കുടുംബങ്ങളോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.